വി എസിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണല്ലേ? അതെ അതെ, സഖാ വി എസിന് അന്ത്യാഭിനയം ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ എവിടുന്ന് വരുന്നത്? പാലക്കാട് മലമ്പുഴ. അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലത്തിൽ നിന്നാണ്. വി എസിന്റെ മണ്ഡലത്തിൽ നിന്നാണ്, പാലക്കാട്. എന്നാ എത്തിയവിടെ? ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയതാണ്. ഈ മറ്റ് വഴികളിലൊന്നും പോയി അങ്ങനെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ എത്തുന്നത് 1 മണിക്ക് എത്തുന്നത്, രാത്രി 1 മണിക്ക് എത്തുന്നത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. പക്ഷെ തിരക്കിന്റെ കാരണം കൊണ്ട് നടന്നിട്ടില്ലല്ലോ. മലമ്പുഴയിൽ നിന്ന് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ട്. 26 പേര് വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ വേറെ കുറെ പേര് വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയുടെ മറ്റു മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഉണ്ടാവും. ഞങ്ങൾ മലമ്പുഴ മണ്ഡലം മുണ്ടൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കോട്ടയംകാരാണ്. കോട്ടയംകാർക്ക് ഇതാണ് ഒരു സൗകര്യമല്ലേ, ആലപ്പുഴ വന്ന് കാണുക അല്ലേ? അതെ, ഞങ്ങൾ വണ്ടിയല്ല വന്നത്, സ്പെഷ്യലായിട്ട് വണ്ടി എടുത്താ വന്നത്. ഒത്തിരി പേര് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ചൂടി പുറത്ത് ഒത്തിരി പേര് നിൽക്കുന്നതാണ്. എല്ലാവരും മഴ നനയുമല്ലേ ഇപ്പം. ഞങ്ങൾ കാലം രക്ഷപ്പെട്ടതിനകത്ത് കയറി കിട്ടി. പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്. പാർട്ടി പ്രവർത്തകരാ മുക്കാലും. അതാണ് സാഹചര്യം നമ്മൾ കണ്ടതുപോലെ. ഇനി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകുമ്പോൾ ഇതാ ഇവിടെ പ്രത്യേക LED സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട്. അതായത് തൊട്ടടുത്ത് പോയി കാണാൻ സാധ്യമല്ലാത്തവർക്ക് ഈ LCD സ്ക്രീനിലൂടെയും ഇത് സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വിപുലമായ ഒരു സജ്ജീകരണം, തികച്ചും വളരെ വിപുലമായ ഒരു സജ്ജീകരണം ഒരുക്കി തന്നെയാണ് ഈ പ്രവർത്തനം ഇതിവിടെ പൊതുദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിന്റെ മുൻ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഇതിന്റെ മുൻവശത്തേക്ക് പോകുമ്പോൾ വി എസിനെ നിർത്തിയിരിക്കുന്നത്, വി എസിനെ അവിടെ വി എസിന്റെ മൃതശരീരം ഇത് കൊണ്ടുവന്ന് അവിടെയാണ്, ഇതാ കാണുന്ന ഇടത്താണ്, അവിടെയാണ് കൊണ്ടുപോയി മൃതശരീരം കൊണ്ടുവരിക. അവിടേക്കാണ് ആളുകൾക്ക് വന്നു പോകുന്നതിന് സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വളരെ വിപുലമായ സംവിധാനം തന്നെയാണ് ഉള്ളത്. ഡാൻ, ഒരുപക്ഷെ ഈ ഒരു സ്ഥലം, ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയത് വളരെ മുൻകൂട്ടി ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്ര വിപുല സംവിധാനം എന്ന് പറയുമ്പോൾ അത്രയധികം ആളുകളെ പ്രതീക്ഷിക്കണം അല്ലേ? അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞതിന് ശേഷം ഇത്രയും സൗകര്യപ്രദമായി ഈ ഒരു പൊതുദർശനം ഒരുക്കാൻ മറ്റൊരു സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇപ്പോഴും ശക്തമായി പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ ഒരു തരത്തിലും ഈ സുഗമമായി ഈ പൊതുദർശനത്തെ ബാധിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി കൃത്യമായി ഇവിടെ മറ്റ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ നടപടികൾ അവർ കൃത്യമായി തന്നെ പൂർത്തിയാക്കുക. അതായത് ഈ 2 വരിയായി കടന്നു വരുന്നു, 2 വരിയായി തന്നെ പുറത്തേക്ക് പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ. മലയുണ്ട്, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടപോലെ വലിയ തരത്തിൽ ആളുകളുടെ ഒരു പങ്കാളിത്തം പുറത്തെ കാത്തു നിൽക്കുകയാണ്. അവർ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. പക്ഷേ അവരാരും അക്ഷമരായിട്ടില്ല. ഏറെ ക്ഷമയോടെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായിട്ട് ഒരു നോക്കി കാണുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും എല്ലാ ആളുകളെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. ഇവിടേക്ക് സെലക്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ 2 പ്ലാറ്റ്ഫോമിലേക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ എത്താൻ കഴിയൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാത്രവുമല്ല, പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഈ പൊതുദർശനം ഇവിടെ നടക്കുക. നേരത്തെ മുൻ നിശ്ചയിച്ചിരുന്ന സമയക്രമം പൂർണ്ണമായി താളം തെറ്റിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, മുൻ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 4 മണിയോടെ വലിയ ചുടുകാട്ടിലേക്ക് എടുക്കുന്ന തരത്തിലായിരുന്നു ക്രമീകരണങ്ങൾ. പക്ഷേ അത് ഇനി നടക്കില്ല. കാരണം ഇനി DC ഓഫീസിൽ എത്തിക്കണം. അവിടെ നിന്ന് വലിയ ജനസഞ്ചയത്തിന്റെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വേണം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് ഇവിടേക്ക് അവസാനമായി അദ്ദേഹത്തെ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നടുവിലേക്ക്, തന്റെ സ്വന്തം ആലപ്പുഴക്കാർക്ക് നടുവിലേക്ക് ഈ വിലാപയാത്രയ്ക്ക് എത്താൻ. പിന്നീട് ഇവിടെ നിന്ന് വേണം വലിയ ചുടുകാടിലേക്ക് വിലാപയാത്രയ്ക്ക് പോകാൻ. അപ്പൊ ഈ ഒരു ശ്രമകരമായ ദൌത്യം അത് ഏറ്റവും സുഗമമായി പൂർത്തിയാക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നുവെന്ന് വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നിശ്ചയിച്ച ഒരു സമയക്രമം എന്നത് രാവിലെ 10 മണിയോടുകൂടി ഇവിടെ ഈ റിക്രിയേഷൻ ഗ്രൌണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സമയം 2-2:30 അടുക്കുകയാണ്. അപ്പോൾ ഈ സമയക്രമങ്ങളെല്ലാം തെറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ രാത്രി ഈ കടന്ന് ഇവിടുത്തെ ഒരു പൊതുദർശനം നീണ്ടുപോകാനാണ് സാധ്യത അല്ലേ? ഒരു പക്ഷേ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഇന്നലെ രാത്രി 9 മണിക്ക് പുന്നപ്രയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ വിലാപയാത്രയാണ് ഇന്ന് ഇത്രയധികം താമസിച്ച് ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഉച്ചയോടെ മാത്രമാണ് പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയത്. ഒരുപക്ഷെ അവിടെയൊക്കെയുള്ള സമയം കുറച്ചുകൊണ്ട് പരമാവധി സമയം ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഈ അവസാന മണിക്കൂറുകളിൽ. അത്തരം ഒരു ക്രമീകരണങ്ങളാണ് പാർട്ടി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കരുതാൻ.